ഫുഡ് ഉണ്ടാക്കണം. ഭർത്താവിന് എന്തോ ഇഷ്ടമുള്ളത്, അവരുടെ വീട്ടിൽ എന്തോ ഇഷ്ടമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കും. നിനക്ക് ഇഷ്ടമുള്ള ഫുഡ് മാത്രമായിട്ട് ഞാൻ അവരുടെ എനിക്ക് വീട്ടിൽ ഇഷ്ടമുള്ള ഉണ്ടാക്കാൻ ഫുഡ് പറ്റുമോ? ഉണ്ടാക്കും. ഭർത്താവിന് ഇഷ്ടമുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഉണ്ടാക്കി കൊടുക്കും. അച്ഛനും അമ്മയും എത്ര നാളാണ് ജീവിച്ചിരിക്കുന്നതെന്ന് അറിയത്തില്ല. എന്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് നിന്റെ കല്യാണം. നീ അങ്ങനൊന്നും പറയരുത്. ഇതിന് ഈ റിയാലിറ്റി ഷോക്ക് വേണ്ടിയിട്ട് അവർ സ്ക്രിപ്റ്റഡ് ആയിട്ട് ചെയ്തതാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷെ ഇപ്പോഴും നമ്മുടെ നാട്ടിലുള്ള കുറേ ഗേൾസിനൊക്കെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ കൺവിൻസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ചിലപ്പോൾ ഇതിനേക്കാൾ ഡ്രാമാറ്റിക് ആവാറുണ്ട്. എൻ്റെ മോള് ഇനിയും കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിൽ ഈ അമ്മേനെ ഇങ്ങനെ കണ്ടുവന്ന് വരില്ല. ഈ അച്ഛൻ്റെ അവസാനത്തെ ആഗ്രഹമാണ് എൻ്റെ മോളൊന്ന് കല്യാണം കഴിക്കുക എന്നുള്ളത്. എൻ്റെ മോള് കല്യാണം കഴിച്ചാൽ എന്തു സുഖ, എന്തും ചെയ്യാലോ, ഇഷ്ടംപോലെ ട്രിപ്പൊക്കെ പോവാലോ, ഓനെന്നെ ഇഷ്ടംപോലെ പഠിപ്പിച്ചോളും, എനിക്ക് ഇഷ്ടമുള്ള ജോലിക്കൊക്കെ പോവാ. കല്യാണം കഴിക്കുക എന്നുള്ളതല്ല ഒരാളുടെ ലൈഫിൽ ഏറ്റവും വലിയ അച്ചീവ്മെന്റ്. ഇറ്റ്സ് ജസ്റ്റ് അനദർ സ്റ്റെപ്പ്. ഇനി കല്യാണം കഴിച്ചില്ലെങ്കിലും ഇതൊക്കെ ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ആൻഡ് ഈ കല്യാണം എന്നൊക്കെ പറയുന്നത് ഓരോ വ്യക്തിയുടെയും പേഴ്സണൽ ചോയ്സ് ആണ്. ആ പേഴ്സണൽ ചോയ്സിനൊക്കെ റെസ്പെക്ട് ചെയ്യാൻ നമ്മൾ ഇനി എന്നാ പഠിക്കുക?